ചേട്ടാ കണ്ണാടി എടുത്ത്. കണ്ണാടിക്ക് ആവശ്യമില്ല, നമ്മൾ പറഞ്ഞുതരാം നമുക്ക്. അത് ശരിയാ, മുഖം മനസ്സിന്റെ കണ്ണാടി ഒന്നല്ലേ. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞുതരാം, നമ്മൾ ഇരിക്കുകയല്ലേ ഇവിടെ. പിന്നെ മാവ് പൊടി സൂപ്പർ. അരിപ്പൊടി അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊത്തമല്ലി. എടി എൻഗേജ്മെന്റ് നാളെ അല്ലേ, നീ ഇപ്പഴേ ഒരുങ്ങണ എന്തിനാണ്? രാവിലെ നിനക്ക് സമയം കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ട് ഇപ്പഴേ ചെയ്യാം. മേക്കപ്പ് കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു കേട്ടാ. ചേട്ടാ കൊള്ളൂലേ വിഷ്ണുട്ടാ? കൊള്ളാം, വ്യാച്ചിരിക്കണം. നാളെ നിന്റെ എൻഗേജ്മെന്റ്, അത് കഴിഞ്ഞാൽ ഒരു 20 ദിവസം കഴിഞ്ഞാൽ നിന്റെ കല്യാണം, അത് കഴിഞ്ഞ് നിന്റെ ശല്യം നിന്നോടാ. മാമ എത്ര രൂപയ്ക്കാണ് നിന്നെ കച്ചവടം ഉറപ്പിച്ചത്? 10 ലക്ഷം രൂപ കയ്യിലും 10 ലക്ഷം രൂപ ഒരു കാറും. അപ്പൊ ജംഗ്ഷനിലെ കടയോ? അതും കൊടുത്തു. ഇത്രയൊക്കെ കൊടുത്തു നിന്റെ അപ്പം വാങ്ങി തന്നത് നിന്റെ സങ്കല്പത്തിലുള്ള ആള് തന്നെ. അവൾക്ക് അങ്ങനെ സങ്കല്പമൊന്നുമില്ല, അവൾക്ക് ഏതാ പൊട്ടനെ കിട്ടിയില്ല അല്ലേ? അല്ലേ പോണം. എന്റെ സങ്കല്പം അവിടെ കിട്ടി. ഇവിടെ കെട്ടിയ ഒരാളുണ്ടല്ലോ, നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ആളെ തന്നെ എനിക്ക് കിട്ടിയത്. കല്യാണത്തിന് മുമ്പേ നല്ല സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കെട്ടിക്കഴിഞ്ഞ് എല്ലാം പോയി. ഇപ്പൊ ഒരു സങ്കല്പമില്ല. ഇപ്പൊ എങ്ങനെ ഡ്രസ് ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെ തല കെട്ടിയാലും കുഴപ്പമില്ല. പണ്ടൊക്കെ എന്തായിരുന്നു, നീ മോഡേൺ പെണ്ണിനെ വേണമെന്ന് ബാംഗ്ലൂർ പെണ്ണ് നോക്കിയതല്ലേ, ഇപ്പൊ എന്ത് മോഡേണൊക്കെ പോയാ? കെട്ടുന്നവരങ്ങനെ പല സങ്കല്പങ്ങളും കാണും, കെട്ടിക്കഴിയുമ്പോ അതൊക്കെ പോയി കിട്ടും. അതെന്താ ചേട്ടാ കല്യാണം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ സങ്കല്പമൊക്കെ മാറിയേ? അതൊന്നും ഇല്ലടി, നീ ഉണ്ടല്ലോ നാളെ നിന്റെ എൻഗേജ്മെന്റ്, ഇന്ന് നീ ഇന്നേ ഇരുന്ന് മേക്കപ്പ് ഇടുകയാണ് ആണല്ലോ. അപ്പൊ യഥാർത്ഥം നിന്നെ അല്ലല്ലോ നാളെ അവന്റെ മുമ്പിൽ നീ കാണിക്കുന്നു. ഇന്ന് നീ ഇരുന്ന് മേക്കപ്പ് ഇടുന്നു, ഇത് നാളത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട്. ഇനി അടുത്ത് കല്യാണം കഴിയുമ്പോഴോ ഒരു 10 ദിവസം നീ കഴിഞ്ഞതിന് ശേഷം നീ പഴയ നിന്നിലേക്ക് വരും, നീ മേക്കപ്പ് ഇടുകയൊന്നുമില്ല, പോയി കിട്ടിയാ മോഡേണൊക്കെ. ഇത്രയേ ഉള്ളൂ ജീവിതം. കല്യാണ സമയമാകുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് അഭിനയിക്കുന്നത്, യഥാർത്ഥം നമ്മളല്ല നമ്മൾ കല്യാണത്തിന് കാണിക്കുന്നത്. അനുഭവം ഗുരു. വിശക്കണ നീയോ ഓർഡർ ചെയ്ത ഫുഡ് അവിടെ? അതിപ്പോ വരാത്ത മേയി വരും. പിന്നെ വേറെ അടുത്തുണ്ട്, വാട്സപ്പും ഫേസ്ബുക്കും ഇല്ലാത്തൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് പ്രണയിക്കാൻ വേണ്ടി നടക്കണം. ഞാൻ ഇരുന്നാലും ഇവ എങ്ങനെ പ്രണയിക്കുന്നു വാട്സപ്പും ഫേസ്ബുക്കും ഇല്ലാതെ? എന്തിനാണ് എന്നിട്ട് പ്രണയം? സങ്കല്പമൊക്കെ അത് തന്നെ. മറ്റൊരെണ്ണത്തിനെ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യും, കിട്ടിയില്ലേ കിട്ടണുള്ളൂ. ഓ ഇങ്ങനെയൊക്കെ നിന്ന് പ്രായം അങ്ങ് പോകും, അവസാനം തോന്നും ഏതെങ്കിലും കിട്ടിയാൽ മതിയെന്ന്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സങ്കല്പം അങ്ങനെ പോയി കിട്ടും. നീ ചിരിക്കണ്ട, നിനക്കും 10-30 വയസ്സായത്, മുടിയെല്ലാം നരച്ചു തുടങ്ങി. നിന്റെ സങ്കല്പം നീ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ടാണ്. ഇതിനെ ചേട്ടാ വല്ലതും കഴിക്കാം. അതൊക്കെ പിന്നെ കഴിക്കാം, ആദ്യം നീ നിന്റെ സങ്കല്പം പറ, എന്നിട്ടോ കഴിക്കാം. എനിക്ക് അങ്ങനെ വലിയ സങ്കല്പമൊന്നുമില്ല, ഞാൻ പറയണ അനുസരിക്കണം, എന്നെ ഹാപ്പി ആയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. എന്ത് നമ്മളിവിടെ വന്ന ആ ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്നു. ഫുഡ് കൊണ്ട് ആ കണ്ടല്ലേ, എന്ത് പറ്റി? 3 ദിവസം മുമ്പ് മരിച്ചു. നോക്കട്ടെ.